എൻ്റെ പേര് നന്ദു. നന്ദുമോൻസ് വേൾഡിൽ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സ്ലൈമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗ്ലൂ വെച്ചും പിന്നെ 3 കളേഴ്സ് വെച്ചും. അപ്പം ആദ്യം ഒരു കട്ടോരി എടുക്കണം, പിന്നെ ഒരു സ്പൂണും കൂടി എടുക്കുക. ദാണ്ടി ഈ ഗ്ലൂ മേടിക്കണം. ഇത് ഞാൻ 25 റുപ്പീസിൽ മേടിച്ചു. ഇതിൻ്റെ പേര് ഞാൻ നോക്കി, പേഴ്സി നോൺ ടോക്സിക് ഉള്ള ഒരു ഗ്ലൂ ആണ്. അച്ഛനും അമ്മയോട് ആരാണോ വീട്ടിലുള്ള അവരോട് ചോദിച്ചാൽ മതി, ഇത് അവർക്കറിയാം. ചിലപ്പോൾ കൂടുതൽ അച്ഛന്മാർക്കാണ് ഇതിനെ അറിയുന്നത്. അപ്പം ആദ്യം നമ്മൾ ഇച്ചിരി ഈ ഗ്ലൂ, പിന്നെ അത് കഴിഞ്ഞ് ഈ ഗ്ലൂ എടുക്കണം. മൈ ഗ്ലൂ എന്നും പറഞ്ഞ് ഇതിൻ്റെ പല കളറുകൾ കിട്ടും. പിന്നെ നമുക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ വെനം സ്ലൈമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു പർപ്പിൾ കളറാണ് എടുക്കാൻ പോകുന്നത്. പിന്നെ ബ്ലാക്ക് കളറ്, പിന്നെ ഈ ബറൻറ്റ് അമ്പർ. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ ഈ ഗ്ലൂ എടുക്കുക. ഇച്ചിരി ഇത് തുറന്ന് ഇതിനകത്ത് ഇച്ചിരി ഒഴിക്കുക. ഇച്ചിരി ആദ്യം ഇത് ഒഴിക്കാവൂ, ഇല്ലെങ്കിൽ സ്ലൈം ഇച്ചിരി ആയിപ്പോവും. എന്നിട്ട് നമ്മൾ ഇത് ഇവിടെ ഈ സാധനം ഒഴിക്കുക. എന്നിട്ട് സ്പൂൺ ഇട്ട് നല്ലോണം ചെയ്യുക. ഇച്ചിരിയും കൂടെ ഇതങ്ങോട്ട് ഒഴിക്കുക. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഗ്ലൂ ഇടുമ്പോൾ ഇച്ചിരിയേ ഇടാവൂ, ഇല്ലെങ്കിൽ സ്ലൈമിൽ കളറും പോവും, പിന്നെ എല്ലാം നശിച്ചു പോവും. അതുകൊണ്ട് പതുക്കെ ചെയ്യുക. എത്ര സമയം എടുത്താലും വേണ്ടിയില്ല. ഇപ്പോൾ ചെറുതായിട്ട് നമ്മളുടെ ആവുന്നുണ്ട്. നമ്മളിങ്ങനെ ഇത് ഒഴിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പം ഇതാവുമ്പോൾ നമ്മളിങ്ങനെ ഒഴിച്ചുകൊണ്ട് ഇരിക്കണം. ഇല്ലെങ്കിൽ ഇത് പോകാൻ സാധ്യതയുണ്ട്. ഇതാണ്ട ഗായ്സ്, നമ്മളുടെ സ്ലൈം ഇച്ചിരിയൊക്കെ റെഡിയാവുന്നുണ്ട്. നമ്മളുടെ അടിപൊളി സ്ലൈം, നമ്മളുടെ സ്ലൈം ഇതിനകത്ത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കൈവച്ച ഒക്കെ തൊടാൻ ഇച്ചിരി പാടായിരിക്കും. അത് വലിയ കുഴപ്പമൊന്നും ഉള്ള കാര്യമല്ല. കൈയൊക്കെ ഇടാം. അപ്പം നമ്മൾ ഇവിടെ പകുതി സ്ലൈം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കളറിൻ്റെയാണ്. ആദ്യം അപ്പം നമ്മൾക്ക് ഈ ബേൺറ്റ് അമ്പറിൻ്റെ കളർ എടുത്ത് ഇതിനകത്ത് ഇങ്ങനെ ഇടുക. ഇടണം. ഇച്ചിരി ഇട്ടാൽ മതി. ഇച്ചിരി ഇടുവാണെങ്കിൽ ആ നല്ല കളറ് വരത്തുള്ളൂ. എന്നിട്ട് ഈ ബ്ലൂ പർപ്പിൾ എന്താണോ നിങ്ങൾ വിളിക്കുന്നതെന്ന് എനിക്കൊന്നും അറിയത്തില്ല. അപ്പം നിങ്ങൾ വിളിക്കുന്ന കളറ് എന്തുവാണോ അത് ഇടുക. എന്നിട്ട് ഈ ബ്ലാക്ക് കളറ് സാധാരണ വിളിക്കുന്ന അത് ബ്ലാക്ക് എന്ന്. അപ്പം ബ്ലാക്ക് കളറ് ഞെക്കണം. ഇട്ടാണ് പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ പകുതി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ട് കുഴക്കണം.
ഗൈസ് നമ്മളുടെ സ്ലൈം റെഡി ആവുക. വേണ്ട ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? വേണ്ട ഗൈസ്, നല്ല അടിപൊളി നമ്മളുടെ സ്ലൈം റെഡി. ബ്ലാക്ക് കളറ്, അത് ഇതാണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? ജെല്ലി സ്ലൈം. നമ്മൾ ഈ കടയിലൊക്കെ മേടിക്കുന്ന കൂട്ടിരിക്കുന്ന സ്ലൈം കൂട്ടന്നുണ്ട് ഗൈസ്. എന്നിട്ട് ഇച്ചിരിയും കൂടെ ഗ്ലൂ ഇച്ചിരിയും കൂടെ ഒഴിക്കാൻ വേണമെങ്കിൽ നമുക്ക് അപ്പം ഇച്ചിരിയും കൂടെ ഗ്ലൂ ഒഴിച്ച് നമ്മൾ ഇനി അതും ഇച്ചിരി മിക്സ് ചെയ്യുക. നമ്മളുടെ അടിപൊളി സ്ലൈം. ഈ ഗ്ലൂ തന്നെ മേടിക്കണം. ഇത് ഏത് വേണമെങ്കിലും ഇതിൻ്റെ കളറ് മേടിക്കാൻ പറ്റും നിങ്ങൾക്ക്. പക്ഷെ ഈ ഗ്ലൂ ഇത് തന്നെ മേടിക്കണം. ഇതിൻ്റെ വലിയ കുപ്പി ആയാലും കുഴപ്പമില്ല, ചെറിയത് ഇത് തന്നെ മേടിക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ അടിപൊളി സ്ലൈം ആവത്തില്ല. കണ്ടോ, എൻ്റെ സ്ലൈം കൂട്ടാവണമെങ്കിൽ ഇതേ കളറ് ആക്കണം. കളറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്താൽ മതി ഗൈസ്. എനിക്ക് വെനം സ്ലൈം ഉണ്ടാക്കണമെന്ന് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വെനം സ്ലൈം അതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് സ്പൈഡർമാൻ സ്ലൈം വേണമെങ്കിലും ഉണ്ടാക്കാം. റെഡ് കളർ വേണമെന്നേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. റെഡ് വെനമിൻ്റെ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ലൈം ഇങ്ങനെ ഉണ്ടാക്കണം. അപ്പം എടുക്കാൻ നേരത്തെ ഇച്ചിരി ആ ഗ്ലൂവിൻ്റെ ബ്ലൂ കളർ കാണും, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. കണ്ട സ്ലൈമായി റെഡി നമ്മളുടെ. കണ്ടോ, സ്പൂണ് തൊടുമ്പോൾ തന്നെ അതങ്ങ് പിടിക്കുക, വെനമിൻ്റെ കൂട്ടൊക്കെ തന്നെ. കണ്ട നമ്മളുടെ സ്ലൈം അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ സ്ലൈം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, പിന്നെ ബെൽ ബട്ടണിൽ നിൽക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ ഇതേ ഗ്ലൂ തന്നെ മേടിക്കാൻ ഇതാണ്ട് ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം, ഗ്ലൂവിൻ്റെ കളർ ഇതൊക്കെ. അപ്പം താങ്ക് യു സോ മച്ച്. ബൈ ബൈ.